വൈകുന്നേരങ്ങളിൽ അയാൾക്ക് കലശലായ ശരീരവേദന അനുഭവപ്പെട്ടു. അയാൾക്ക് മാത്രമല്ല, ആ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം സന്ധ്യ കഴിഞ്ഞാൽ അരയ്ക്ക് കീഴ്പോട്ടേക്ക് ശരീരവേദന, രാത്രികാലങ്ങളിൽ അസഹ്യമായ ദുർഗന്ധവും. പലതും ചെയ്തു നോക്കി, യാതൊരു കുറവും സംഭവിച്ചില്ല. ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ. അങ്ങനെ ഒരിക്കൽ അവരൊരു വാസ്തു അറിയാവുന്ന സുഹൃത്തിനെ കണ്ടു. അയാളോട് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു: നിങ്ങളുടെ വീട്ടിൽ ഒരാത്മാവ് കുടിയിരിക്കുന്നുണ്ട് എന്ന്. കേട്ടപ്പോൾ അവർക്ക് ഭയം തോന്നി. പക്ഷെ അതിനുള്ള പരിഹാരവും അയാൾ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അയാൾ ആ വീട്ടിലെത്തി. എന്തൊക്കെയോ പുകച്ചും മന്ത്രിച്ചും അയാൾ ആ വീട് മുഴുവൻ നടന്നു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവില്ല, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ശരിയായിരുന്നു. പിന്നീട് അവർക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ അനുഭവങ്ങളും ഉണ്ടായില്ല. റെയ്ക്കി ഹീലിംഗ്, അതായിരുന്നത്രേ അന്ന് അയാൾ അവിടെ ചെയ്തത്. റെയ്ക്കി ഹീലിംഗ് കൊണ്ട് ഒരു വീട്ടിലെ ആത്മാവിനെ എടുത്തു മാറ്റാൻ സാധിക്കും. അങ്ങനൊന്ന് യാഥാർത്ഥ്യമായിരിക്കും. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. റെയ്ക്കി, ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കാം അങ്ങനൊരു വാക്ക് കേൾക്കുന്നത്. അതൊരു ഹീലിംഗ് ടെക്നിക്കാണ്, ഒരു എനർജി ഹീലിംഗ് ടെക്നിക്ക്. ചിലരുടെയെങ്കിലും നെറ്റിച്ചൊടിഞ്ഞിട്ടുണ്ടാവും. കാരണം എനർജി ഹീലിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒന്നാണ് എന്നായിരിക്കാം നമ്മൾ കരുതുന്നുണ്ടാവുക. കാരണം നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചത് മുഴുവൻ അങ്ങനെയാണല്ലോ. ശാരീരികമായ ആരോഗ്യത്തിനുപരി ആത്മീയമായ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എനർജി ഹീലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഹീലിംഗ് ടെക്നിക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യോഗ, മെഡിറ്റേഷൻ, പ്രാണിക് ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, മൂഡ് തെറാപ്പി, കടിൽ തെറാപ്പി, അങ്ങനെ നിലയ്ക്കാത്ത ഒരുപാട് നിര തന്നെയുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയമായ റെയ്ക്കി ഇത്തരം ടെക്നിക്കുകളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. ഈ ടെക്നിക്കിൽ അങ്ങനെ ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട, ഒരുപാട് പേർ കണ്ട, ഒരുപാട് പേർ എനിക്കായി പങ്കുവെച്ച ഒരു വീഡിയോയിൽ ഒരു വ്യക്തി പറയുന്നു ഈ ഒരു ഹീലിംഗ് ടെക്നിക്കിന് അങ്ങനെ ഒരു വ്യത്യസ്തതയുണ്ട് എന്ന്. റെയ്ക്കിയിലൂടെ മരണപ്പെട്ടവരുടെ ലോകത്തേക്ക് കടക്കാമെന്നും അവരുമായി സംവദിക്കാൻ സാധിക്കുമെന്നും അവർ, ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് അല്ല, ഒരു എനർജി ഹീലർ അഭിപ്രായപ്പെടുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടായിരിക്കും? ലീന വിശ്വ, അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. സ്വയം ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റാണ് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. അവർ പറയുന്ന വിഷയങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ ഓറ, ആത്മാക്കൾ, മരണാനന്തര ജീവിതം, പുനർജന്മം തുടങ്ങിയ ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പാരാസൈക്കോളജിക്കൽ വിഷയങ്ങളാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചുറ്റും മരണപ്പെട്ടവരുടെ ഒരുപാട് ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നുണ്ട്. ആത്മാക്കൾ എന്ന വാക്കല്ല അവർ ഉപയോഗിച്ചത്. മരണപ്പെട്ടവരുടെ ഒരുപാട് എനർജി നമുക്ക് ചുറ്റും അലഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അവതാരകൻ അവരോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എനർജി ഇല്ലാതെ ഇരിക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന എനർജി കടക്കുമോ എന്ന്. അതിന് അതേ എന്ന രീതിയിൽ അവർ മറുപടി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്: ഈ എനർജി ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത് ബൂസ്റ്റ് കുടിച്ചാൽ കിട്ടുന്ന ഒരു എനർജിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം എന്ന്. ഈ എനർജി കൂട്ടിയെടുക്കാൻ ബൂസ്റ്റ് കുടിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന് കൃത്യമായ യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ആയുർവേദിക് മസാജിങ്ങും ചെയ്യണം. അതെല്ലാ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ എനർജി വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ എനർജി കൂടിയ ഒരാളുടെ ഫോട്ടോ കണ്ടാൽ തന്നെ അയാളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളും അതിനുള്ള കാരണങ്ങളും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞ റെയ്ക്കി ഹീലിംഗിന്റെ പ്രാധാന്യം വരുന്നത്. റെയ്ക്കി ഹീലിംഗിലൂടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കയ്യിലൊരു ഫോട്ടോ വെച്ച് ആ ഫോട്ടോയിലുള്ള ആളെ മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിന്റെ ഏതോ ഒരു നിമിഷത്തിൽ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നയാളുടെ ഭൂതവും ഭാവിയും മാനസിക പ്രശ്നങ്ങളും അതിനുള്ള കാരണങ്ങളും ഹീലറുടെ മനസ്സിൽ തെളിയും. അതിന് ഒരു ഫോട്ടോയും അയാളുടെ പേരും മാത്രം മതിയെന്ന് ലീന കൂട്ടിച്ചേർക്കുന്നു. ആ അഭിമുഖത്തിൽ അവരുടെ ക്ലയന്റിനുണ്ടായ ഒരു അനുഭവം അവർ വിശദീകരിക്കുന്നുണ്ട്. അതായത് അയാളുടെ ജീവിതത്തിൽ നടന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അയാൾ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ചില വിഷയങ്ങളായിരുന്നു അത്രേ.
അയാൾ ജനിക്കുന്നതിന് മുമ്പ് അയാളുടെ അമ്മയ്ക്ക് ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു എന്നും ആ കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു എന്നും ആ കുഞ്ഞിന്റെ ആത്മാവ് ഇയാളുടെ പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്ന്. മരണപ്പെട്ട ആ കുഞ്ഞിന്റെ പേര് തന്നെയായിരുന്നത്രേ ആ അമ്മ ഇയാൾക്കും നൽകിയത്, യഥാർത്ഥ പേരും വീട്ടിൽ വിളിക്കുന്ന പേരും. അതുപോലെ തന്നെ ആ കുഞ്ഞ് മരണപ്പെടുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന മാലയായിരുന്നു ഇയാളെയും ധരിപ്പിച്ചിരുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇയാളുടെ ജീവിതത്തിൽ നടന്ന പല തടസ്സങ്ങൾക്കും കാരണമെന്ന് ആ ഹീലർ തിരിച്ചറിഞ്ഞു. അയാളോടൊപ്പമുള്ള ആ കുഞ്ഞിന്റെ ആത്മാവാണത്രേ അവരെ അത് അറിയിച്ചത് എന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ എനർജി ഹീൽ ചെയ്യാൻ സമയമായാൽ നമുക്ക് തന്നെ അത് തിരിച്ചറിയാൻ സാധിക്കുമെന്നും അവർ വിശദീകരിക്കുന്നു. അതിന് ഒരു എളുപ്പവഴിയുണ്ട്, നമ്മൾ നമ്മുടെ ഒരു സെൽഫി എടുക്കുക എന്നതാണ്. അതിനുശേഷം ആ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ എനർജി ഹീൽ ചെയ്യപ്പെടാൻ സമയമായി എന്നാണ് എന്നും ലീന വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അസുഖങ്ങളും വിഷമങ്ങളും സംഭവിക്കുന്നത് എപ്പോഴാണ്? അതെന്ത് ചോദ്യമാണ്? ഇതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന വിഷയങ്ങളല്ലേ? എന്നാൽ അങ്ങനെയല്ല. നമുക്ക് സംഭവിക്കുന്ന എല്ലാ അസുഖങ്ങളും വിഷമങ്ങളും അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നതല്ല. മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമുക്ക് നൽകുന്നതാണത്രേ. അങ്ങനെയാണ് ലീന വിശദീകരിക്കുന്നത്. ചില അസുഖങ്ങളും വിഷമങ്ങളും മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ നമുക്ക് നൽകുന്നതാണ് എന്നും മരണം എന്നതുപോലും മനുഷ്യന് എന്നും സംഭവിക്കുന്നതാണ് എന്നും അവർ പറയുന്നു. നമ്മൾ ഡീപ് സ്ലീപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആത്മാവ് പുറത്തിറങ്ങുന്നുണ്ട് എന്നും ആത്മാവ് ശരീരവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള സിൽവർ ലൈൻ കാരണമാണത്രേ അത് നമ്മുടെ ശരീരത്തിലേക്ക് തിരികെ കയറുന്നത് എന്നും. ഒരു ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടാൽ ആത്മാവ് പോലും അറിയുന്നില്ല ആ ശരീരം മരണപ്പെട്ടു എന്ന്. അന്നേരം ലഭിക്കുന്ന മറ്റു ശരീരത്തിലേക്ക് അത് കയറാൻ സാധ്യതയുണ്ട് എന്നും ലീന വിശദീകരിക്കുന്നു. മരണശേഷം ഒരു ആത്മാവ് മുകളിലേക്ക് എത്താൻ 41 ദിവസമെടുക്കും എന്നവർ പറയുന്നുണ്ട്. ഈ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും മനുഷ്യന്റെ ശരീരത്തിന് ചുറ്റും ഒരു ഓറയുണ്ട് എന്നും ആ ഓറ 4 ലെയറുകളായിട്ടാണ് നിൽക്കുന്നത് എന്നും ആ ലെയറുകൾ കടന്ന് ആത്മാവിന് പുറത്തു കടക്കാൻ 41 ദിവസം വേണമെന്നും അതുകൊണ്ടാണ് അത്രയും പണ്ടുള്ളവർ മരണശേഷം 41 എന്ന സങ്കല്പത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നും ലീന വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും രസം, ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയാണ്. ഇതിനെല്ലാം ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഏത് ശാസ്ത്രപ്രകാരമാണ് എന്ന് ആ അവതാരകനൊന്ന് ചോദിക്കുന്നു പോലുമില്ല. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആത്മാവിനുള്ള തെളിവാണ് എന്ന രീതിയിൽ അവർ സംസാരിക്കുകയുണ്ടായി. ശരിയാണ്, ഒരുപാട് പേർക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരം ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു, അതിനു ചുറ്റും നമ്മുടെ ബന്ധുക്കൾ ഉറക്കെ കരയുന്നു, അതേപോലെ തന്നെ അതിവേഗത്തിൽ ഒരു പ്രകാശത്തിന് നേരെ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് തുടങ്ങിയ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച ആളുകളെല്ലാം കോമൺ ആയി പറയുന്ന വിഷയങ്ങളുമാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ ഈ പറഞ്ഞതൊന്നും ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പല വീഡിയോകളിലും നമ്മൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മരണസമയത്ത് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു സാങ്കല്പിക ചിത്രമാണ് നമ്മുടെ ശരീരം നമ്മൾ തന്നെ കാണുന്നത് എന്നാണ് പല സൈക്കോളജിസ്റ്റുകളും വിശദീകരിക്കുന്നത്. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് മരണശേഷം കണ്ടതായി നമ്മുടെ മനസ്സ് നമ്മെ തോന്നിക്കുന്നതാണ് എന്ന്. അതിനെ തെളിയിക്കാനായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആസ്ട്രൽ പ്രൊജക്ഷൻ. സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിപ്പിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന പലരെയും ഇത്തരത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിന് മുകളിൽ ഒരു വലിയ തുണി വെച്ച് കെട്ടി അതിനു മുകളിൽ ഒരു പുസ്തകം വെച്ചു. ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചവർക്കൊന്നും തുണിക്ക് മുകളിലുള്ള പുസ്തകം ഏതാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവർക്കൊക്കെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന അവരുടെ ശരീരത്തെയും അവർക്ക് ചുറ്റുമുള്ള ആളുകളെയും കാണാൻ സാധിച്ചിരുന്നു. ലീന പറഞ്ഞ രസകരമായ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവ് 41 ദിവസം കൊണ്ട് മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞല്ലോ. മുകളിൽ ഒരു വാതിലുണ്ട്. 41 ദിവസത്തിന് ശേഷം അടയുന്ന ഒരു വാതിൽ. ആ വാതിൽ അടയുന്നതിന് മുമ്പ് ആത്മാവിന് പുറത്തു കടക്കണം. ഇനി അഥവാ ആ വാതിൽ അടഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ തന്നെ ആത്മാവിനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഈ ആത്മാവ് ആകാശത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു വിഷയം കൂടിയുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സ്. എന്നാൽ ആ ഉപബോധ മനസ്സിന് ഈ പറഞ്ഞ വാതിൽ കടന്നു പോകാൻ സാധിക്കില്ല. അതിന് ആ വാതിലിന്റെ പുറത്തിങ്ങനെ നിൽക്കാനേ പറ്റൂ. കർമ്മയെക്കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട്. കർമ്മ കാരണം ഒരാത്മാവ് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഭൂമിയിൽ അവതരിക്കുകയാണ് എങ്കിൽ ഈ വാതിൽ കടന്നു വരുമ്പോൾ ആ ഉപബോധ മനസ്സുമായാണത്രേ അവർ വരുന്നത്. അങ്ങനെ ഭൂമിയിൽ വന്ന് മറ്റൊരു ശരീരത്തിൽ ഇതേ ആത്മാവ് ജനിക്കുകയും ചെയ്യും. അതാണത്രേ പുനർജന്മം. അപ്പോൾ അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഉപബോധ മനസ്സിലെ ഓർമ്മകൾ ഉണ്ടാവണ്ടേ എന്ന്. അതിന് മറുപടിയായി ലീന പറയുന്നു,
അങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു സോളാണ് എങ്കിൽ അതൊരു സാധാരണ സോൾ അല്ല എന്നും അതിന് ഹയർ വൈബ്രേഷൻ ഉണ്ട് എന്നും. അതോടൊപ്പം അവർ പറയുന്നു, ഒരാൾക്ക് കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ഉള്ളിലെ പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്യപ്പെടേണ്ടതാണ് എന്നും. അത് മാത്രമല്ല, ഒരാത്മാവ് ഭൂമിയിൽ ജനിക്കുന്നുണ്ട് എങ്കിൽ, പുനർജനിക്കുന്നുണ്ട് എങ്കിൽ അത് എവിടെ ജനിക്കണം, ആരുടെ മകളായി ആരുടെ മകനായി ജനിക്കണം എന്നതെല്ലാം തീരുമാനിക്കുന്നത് ആ ആത്മാവാണ് എന്ന്. ലീന പറയുന്നു, ഒരു എനർജി ഹീലർക്ക് ചുറ്റുമുള്ള എനർജിയെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് നമുക്ക് ചുറ്റും സ്പിരിറ്റ് ഉണ്ട് എങ്കിൽ, ആത്മാക്കളുണ്ട് എങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള ആത്മാക്കൾ ചിലപ്പോൾ ചില ഗന്ധങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണത്രേ അവർ അത്തരത്തിലുള്ള ഗന്ധം പുറത്തുവിടുന്നത്. മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞതെല്ലാം പറയുന്നത് ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ് എന്നതാണ്. അതായത് ഒരു മനുഷ്യന്റെ മനസ്സിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. എന്നാൽ അവർ പറയുന്ന ബഹുഭൂരിപക്ഷം വിഷയങ്ങളും ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത സ്യൂഡോ സയൻസ് മാത്രമാണ്. റേക്കി എന്നത് ഒരു മെറ്റാഫിസിക്സ് വിഷയമാണ് എന്നും അതൊരു പഠന വിഷയമാണ് എന്നും അവർ പറയുന്നു. കാലങ്ങൾക്ക് മുമ്പുള്ള പല മെറ്റാഫിസിക്സ് വിഷയങ്ങളും ഇന്ന് ഫിസിക്സിന്റെ ഭാഗമായി മാറിയതുപോലെ ഭാവിയിൽ എന്നെങ്കിലും റേക്കിയും ഒരു ഫിസിക്സ് വിഷയമായി മാറുമെന്ന് അവർ പ്രത്യാശിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു വിഷയം എത്ര മനോഹരമാണ്, എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഒരു സ്യൂഡോ സയൻസിനെ അവർ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിലും പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാറുണ്ട്, സ്യൂഡോ സയൻസും ഫിക്ഷനുമെല്ലാം. എന്നാൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് സ്യൂഡോ സയൻസിനെ സ്യൂഡോ സയൻസായും ഫിക്ഷനെ ഫിക്ഷനായും വേർതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ പല സുഹൃത്തുക്കളോടും ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ പ്രശസ്തരായ പ്രാണിക് ഹീലേഴ്സ് വരെ ഉൾപ്പെടും. അവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു വിഷയം, റേക്കി എന്നത് ഒരു എനർജി ഹീലിംഗ് മെത്തേഡ് മാത്രമാണ്. അതേക്കുറിച്ച് അതോട് ചേർത്ത് ഇവർ പറയുന്ന പല വിഷയങ്ങളും വെറും കപടശാസ്ത്രം മാത്രമാണ് എന്നും. എന്താണ് യഥാർത്ഥത്തിൽ റേക്കി? മിഖാവോ ഉസുയി എന്ന ജപ്പാൻകാരൻ പുനഃസൃഷ്ടിച്ച ഒരു എനർജി ഹീലിംഗ് ടെക്നിക്കാണ് റേക്കി. ശാരീരികമായുള്ള ആരോഗ്യത്തിനും ആത്മീയമായുള്ള ഉണർവിനും വേണ്ടിയാണ് റേക്കി പരിശീലിക്കുന്നത്. റേ, കി എന്നിങ്ങനെ രണ്ട് ജപ്പാനീസ് വാക്കിൽ നിന്നുമാണ് റേക്കി എന്ന വാക്കുണ്ടായത്. റേ എന്ന വാക്കിന്റെ അർത്ഥം കോസ്മിക് എനർജി എന്നും കി എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്നുമാണ്. പ്രപഞ്ച ശക്തികളെ കൂടുതലായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എനർജി ഹീലിംഗ് ടെക്നിക്സ് പരിശീലിക്കുന്നത്. പലപ്പോഴും സാധാരണക്കാരനായ മനുഷ്യൻ ബോധത്തോടുകൂടി അല്ലാതെ പ്രപഞ്ച ശക്തികളെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ബോധത്തോടുകൂടി പ്രപഞ്ച ശക്തികളെ കൂടുതലായി ഉപയോഗിക്കുക എന്നതാണത്രേ റേക്കി ഹീലിംഗ് ടെക്നിക് പോലുള്ള ഹീലിംഗ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരൽപ്പം ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് ഈ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജ്യോത്സ്യൻ പ്രവചിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായി തോന്നാം. അതുപോലെ തന്നെ ഹീലിംഗ് ടെക്നിക്കിൽ വിശ്വസിക്കുന്നവർക്ക് ഹീലേഴ്സ് പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തോന്നാം. പക്ഷേ ഇതിൽ നിന്നും ശാസ്ത്രം വ്യത്യസ്തമാവുന്നത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രം പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരിത്തിരി പാരാസൈക്കോളജി, ഒരിത്തിരി സൈക്കോളജി, പിന്നെ കുറച്ച് റേക്കി ഹീലിംഗ് ടെക്നിക്ക്, ഇതെല്ലാം ചേർത്ത് അവിയൽ രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നാൽ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ കൺഫ്യൂഷൻ തന്നെയാണ് ഇത്തരം ടെക്നിക്കുകളുടെ നിലനിൽപ്പിന് കാരണമാകുന്നത്. ചിരിക്കുന്ന ബുദ്ധനെ വീട്ടിൽ വെച്ചാൽ പണം കുമിഞ്ഞുകൂടും എന്ന ചിന്ത പോലെ. ചിരിക്കുന്ന ബുദ്ധനായാലും ശരി, ചിരിക്കാത്ത ബുദ്ധനായാലും ശരി, പണിയെടുക്കുന്നവന്റെ വീട്ടിലെ പണമുണ്ടാകൂ എന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇത്തരം ടെക്നിക്കുകളെല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ